തായ്ലൻഡിൽ പോയാൽ മസ്റ്റ് ആയിട്ടും പിന്നെ കമ്പൾസറി ആയിട്ടും ആൻഡ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്തൊരു സ്ഥലമാണ് ഫിഫി ഐലൻഡ്സ്. ആൻഡ് സ്ഥിരം ടൂർ പാക്കേജസ് എടുത്ത് പോണ പോലെ രാവിലെ പോയിട്ട് വൈകുന്നേരം വന്ന പരിപാടിയല്ല. മേക്ക് ഷുവർ യു സ്റ്റേ ഇൻ ദി ഐലൻഡ് ഫോർ അറ്റ്ലീസ്റ്റ് 2 nights. ആൻഡ് എങ്ങനെ പോകണം എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. തലേ ദിവസം ഫുക്കറ്റിൽ അർമാദിക്കലൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹെഡ് സ്ട്രേറ്റ് ടു ദ ബോട്ട് ജെട്ടി. യു വിൽ ഹാവ് 2 options to choose. One is the speed boat and next is the ferry. Personally ഞാൻ പറയുകയാണെങ്കിൽ ഫെറി എടുത്ത് പോയാൽ മതി. കാരണം യു ക്യാൻ എൻജോയ് ദ വ്യൂസ് ആൻഡ് ഗോ. ആൻഡ് മെയിൻലി പീസ്ഫുൾ ആൻഡ് കാം ആയിരിക്കും. സ്പീഡ് ബോട്ട് ആണെങ്കിൽ പൊന്നു മക്കളെ ചന്തി പൊളിയും ബിക്കോസ് ഓഫ് ദ വേവ്സ് ആൻഡ് സ്പീഡ്. ഇനി ഇപ്പൊ നിങ്ങൾ സ്പീഡ് ബോട്ട് ആണ് എടുക്കണമെങ്കിൽ മേക്ക് ഷുവർ ടു സിറ്റ് അറ്റ് ദി എൻഡ്. കാരണം അവിടെ നിന്നാൽ കുറച്ചെങ്കിലും വ്യൂസ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി വൺസ് യു റീച്ച് ദ ഫിഫി ഐലൻഡ് ക്യാബ് ആൻഡ് ടാക്സി അത് ബുക്ക് ചെയ്യാൻ നോക്കണ്ട. കാരണം ഇവിടെ വണ്ടിയില്ല. മേക്ക് ഷുവർ യു ക്യാരി വെരി ലെസ് ഐറ്റംസ്. കാരണം നമ്മൾ തന്നെ നമ്മുടെ സാധനം പൊക്കി പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും. ഞാൻ ഫിഫി ഐലൻഡ്സ് നല്ലൊരു കോസി ട്രീ ഹൗസാണ് ബുക്ക് ചെയ്തത്. പെട്ടിയൊക്കെ വെച്ച് നേരെ തന്നെ പൂളി പോയെന്ന് ചാടി. പിന്നെ അതിനുശേഷം വി വെന്റ് ടു സീ എ സൺസെറ്റ്. ആൻഡ് സത്യം പറഞ്ഞ എന്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ്സ് ആയിരുന്നു. ഈ സൺസെറ്റ് കാണാൻ പോകാനായിട്ട് കുറച്ച് പണിയുണ്ട്. ഒരു 100 സ്റ്റെപ്പ് കയറിട്ടണം പോകാനായിട്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഓരോ വ്യൂ പോയിന്റ് എത്തുമ്പോൾ യു ക്യാൻ സീ സം ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂസ് ഓഫ് ദി ഐലൻഡ്. കഴിഞ്ഞിട്ടില്ല, ഫിഫി ഐലൻഡ്സിന് ഇഷ്ടം പോലെ കാര്യങ്ങൾ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ വേഗം തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ.